സംസ്ഥാന വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്തിന്റെ എതിർവശത്താണ് ഈ സൗജന്യ ഓട്ടോ സേവനം നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ആ നല്ല മനസ്സുള്ള ഓട്ടോ ജീവനക്കാരുമായി നമുക്ക് സംസാരിക്കാം. മനുഷ്യത്വം മരവിച്ച ഒരു സമൂഹത്തിൽ മാനവികതയുടെ പുതിയൊരു തീനാളമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ നമുക്ക് ഈ വനിതാ ഓട്ടോറിക്ഷ ഡ്രൈവറോട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമുക്കിപ്പം ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളെ അതാത് വേദികളിൽ അവർക്ക് പോവേണ്ട വേദികളിൽ നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു സംരംഭം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ അവരുടെ കൂടെ വിദ്യാർത്ഥികളുടെ കൂടെ മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ അവരുടെ പാരൻസ് കാണും, പിന്നെ ടീച്ചേഴ്സ് കാണും. അപ്പോൾ അവരെ നമ്മൾ കൊണ്ടുപോയി അതാത് വേദികളിൽ എത്തിക്കുക, അവർക്ക് ഫുഡ് കഴിക്കാൻ സമയമാകുമ്പോൾ അവരെ അവിടെ എത്തിക്കുക, അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു ഉദ്ദേശം. സംസ്ഥാന കലോത്സവത്തിന്റെ മെയിൻ വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്തിൽ നിന്നും വിവിധ വേദികളിലേക്ക് കലാപ്രതിഭകളെ എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. അതും യാതൊരുവിധ കൂലിയും മേടിക്കാതെ സൗജന്യമായിട്ടുള്ള യാത്രയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. മനുഷ്യത്വത്തിന്റെ മറ്റൊരു കണ്ണാണ് നമുക്കിവിടെ തെളിയുന്നത്. ആ ഓട്ടോറിക്ഷ തൊഴിലാളിയോട് തന്നെ ആ മനസ്സിന്റെ നന്മയെക്കുറിച്ച് ചോദിച്ചറിയാം. ഈ ദൗത്യം ഏറ്റെടുത്ത് നമുക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെ വരുന്ന കലാപ്രതിഭകളെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഫീലിംഗാണ്. വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഇവിടെ വരുന്ന കലാപ്രതിഭകളുടെ അവരുടെ രക്ഷകർത്താക്കളുടെ സാറന്മാരുടെയൊക്കെ നല്ലൊരു കൊല്ലത്ത് വന്നിട്ട് നല്ലൊരു ഇതാണ്, നല്ലൊരു സംരംഭം, നല്ലൊരു പരിപാടിയാണ്. ഇതെന്ന് വേറൊരു ജില്ലയിൽ പോയി ഇങ്ങനെ ഇതായിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. നല്ല അഭിപ്രായമാണ് എല്ലാ വ്യക്തികളിൽ നിന്നും നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടുന്നത്. എത്ര നന്മ ചെയ്താലും അവയൊന്നും കാണാത്തൊരു സമൂഹമാണ് ഇന്ന് നമ്മളുടെ കാലഘട്ടത്തിൽ നിലനിന്നു പോകുന്നത്. അത്തരത്തിൽ ഇത്രയും നല്ലൊരു മനുഷ്യത്വത്തിന്റെ തെളിനാളമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് വിദ്യാർത്ഥികളെ സൗജന്യമായിട്ട് അവർക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ മത്സരാർത്ഥികളെ കൊണ്ടെത്തിക്കുന്നത്. പക്ഷെ അവിടെ പോലും വിമർശനങ്ങൾ ഇവരെ പിന്തുടരുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ അനുഭവത്തെ നമുക്ക് ചോദിച്ചറിയാം. നമ്മളിപ്പോൾ ഈ കലോത്സവ വേദിയിൽ 15 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കൊല്ലത്ത് കൊണ്ടുവരുന്ന ഒരു സംരംഭമാണിത്. അത് നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മുടെ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ മറ്റു കാര്യങ്ങൾ മാറ്റിവെച്ച് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചാണ് എണ്ണക്കാശ് പോലും മേടിക്കാതാണ് നമ്മൾ വിദ്യാർത്ഥികളെ അവരുടെ വൈസ് ചാൻസലറെ നമ്മൾ കൊണ്ടുവിടുന്നത്. പക്ഷേ കൂടെ വരുന്ന അധ്യാപകർ, അതല്ല മറ്റ് ആൾക്കാരെ, അതായത് ഈ പരിപാടി കാണാൻ വരുന്നവരെയും നമ്മൾ സൗജന്യമായിട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടുള്ള, അങ്ങനെ നമുക്ക് പല അനുഭവങ്ങളും ഇപ്പം ഇതിനകത്തുണ്ടായിട്ടുണ്ട്. ഇപ്പം നേരത്തെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു അധ്യാപകരാണ് അവരെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുപോയില്ലെന്നും പറഞ്ഞാണ് അവർ ഈ ഒരു ഇത് നടത്തുന്നത്. അത് നമുക്ക് പറ്റുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിദ്യാർത്ഥികളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഇത്. അത് നമ്മൾ എന്തായാലും ചെയ്യും. അത് നമുക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വേദന, അതല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ഒരു ഓട്ടോറിക്ഷ ജീവനക്കാരുടെ നന്മ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് AITUCയുടെ ജില്ലാ പ്രസിഡന്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചറിയാം. ഓട്ടോറിക്ഷ തൊഴിലാളി രംഗം കൊല്ലത്ത് ഈ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കലാമാമാങ്കത്തിൻ്റെ വേദിയിൽ ഇതിലെ മത്സരാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു സൗജന്യ യാത്രാ സംവിധാനം സംഘടിപ്പിക്കുന്നതിന് AITUC മുന്നിട്ടിറങ്ങിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ കോർഡിനേഷൻ കമ്മിറ്റി കൂടി ഇത്തരത്തിൽ കലോത്സവം തുടങ്ങി അവസാനിക്കുന്നതുവരെ യാതൊരു പരാതിക്കും ഇട നൽകാത്ത തരത്തിൽ ഓട്ടോറിക്ഷയിൽ സൗജന്യമായ യാത്ര മത്സരാർത്ഥികൾക്ക് അവർ താമസിക്കുന്ന സ്ഥലത്തേക്കും അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും വേദികളിൽ നിന്ന് വേദികളിലേക്കും സഞ്ചാര സൗകര്യം ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് AITUC നിശ്ചയിച്ചത്. അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു സംവിധാനം സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കൊല്ലത്തെ ഓട്ടോറിക്ഷ പ്രവർത്തകർ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തുക വഴി കലാപ്രതിഭകൾക്ക് സൗജന്യ സേവനം നൽകുന്നതിലുപരി സമൂഹത്തിന് മൊത്തത്തിൽ ഒരു നല്ല മെസ്സേജ് നൽകുക എന്നുള്ളതും കൂടെ ലക്ഷ്യപ്പെട്ടുകൊണ്ടാണ്. നമ്മുടെ തൊഴിലാളികൾ ഏറെ കഷ്ടപ്പെട്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് ഈ ഓട്ടോറിക്ഷ രംഗത്ത് പണിയെടുക്കുന്നവർ. നിത്യനിദാന ചെലവുകൾക്ക് ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഉപജീവനമാർഗം കണ്ടെത്തുന്നത്. എന്നാൽ അത് സൗജന്യമായി ഈ 5 ദിവസം സൗജന്യ സംവിധാനം ഏർപ്പെടുത്തുക വഴി ഏറെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതിലത്തരം ഈ പ്രവർത്തനങ്ങൾ സേവന സന്നദ്ധരായി നിൽക്കുന്ന തൊഴിലാളി പ്രവർത്തകരെ, തൊഴിലാളി സുഹൃത്തുക്കളെ, സഖാക്കളെ എല്ലാവരെയും AITUCയുടെ പേരിൽ അഭിനന്ദിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു.
ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളും AITUCയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ തൊഴിലാളി രംഗത്ത് സജീവമായ സാന്നിധ്യമായി ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് BK ജയമോഹൻ, AITUC ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. 15 വർഷത്തിന് ശേഷം കൊല്ലം ആതിഥ്യം അരുളുന്ന ഈ കലോത്സവത്തിൽ, കേരള കലോത്സവത്തിൽ കൊല്ലം ജില്ലയിലെ ആട്ടോ തൊഴിലാളികൾ ഇതിൻ്റെ സംഘാടക പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ കൊല്ലത്തെ പ്രബുദ്ധരായ ആട്ടോ തൊഴിലാളികൾ ഇതിൻ്റെ ഭാഗമാകുവാനും ഈ കലോത്സവ വേദിയിലേക്ക് വരുന്ന കലാപ്രതിഭകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുന്നതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് AITUC സംഘടനകൾ ആ ഉദ്യമം ഏറ്റെടുത്തുകൊണ്ട് കലോത്സവ വേദിയിൽ ഇന്നലെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി 9 മണി വരെ ഈ കലോത്സവ വേദിയിൽ എത്തുന്ന കലാപ്രതിഭകൾക്കും അവരുടെ കൂടെയുള്ള രക്ഷകർത്താക്കൾക്കും ഈ സൗജന്യ യാത്രാ സൗകര്യം 24 വേദികളിലാണ് ഈ കലോത്സവം നടക്കുന്നത്. ആ 24 വേദികളിലേക്കും 30ഓളം വരുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾ പല പല ക്യാമ്പുകളിലായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ക്യാമ്പസിൽ അവരുടെ ഈ കലാകായിക മത്സരങ്ങൾ നടക്കുന്ന വേദികളിലേക്ക് അവരെ എത്തിക്കുന്നുള്ള ഒരു ദൗത്യമാണ് ഇവർ ഏറ്റെടുത്ത് നടത്തുന്നത്. ഇന്ധനച്ചെലവ് പോലും ഈടാക്കാതെ, 1 രൂപ പോലും ആരുടെയും കയ്യിൽ നിന്ന് കൈപ്പറ്റാതെ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ 4 ദിവസവും ഈ 5 ദിവസം 4 മുതൽ 8 വരെയുള്ള ഈ കാലയളവിൽ ഈ സേവനത്തിന് സന്നദ്ധരായി എത്തിയിരിക്കുന്നത്. രാവിലെ 7:30 മുതൽ അവർ ഇവിടെ എല്ലാ വേദികളുടെയും മുന്നിൽ അവർ പ്രവർത്തന സജ്ജമായി ഉണ്ടാകും. അതുപോലെ തന്നെ വൈകുന്നേരം 8 മണി വരെ അവർ ഈ കലോത്സവം നടക്കുന്ന വേദിക്ക് മുന്നിൽ നിന്നാണ് ഇരിക്കുന്നത്. വനിതകൾ ഉൾപ്പെടെയുള്ള പെൺകുട്ടികൾ മാത്രം വരുന്ന സ്കൂളുകളിൽ അവരെ സഹായിക്കാനായിട്ട് വനിതകൾ ഉൾപ്പെടെയുള്ള തൊഴിലാളികളാണ് ഈ ഉദ്യമവുമായി സഹകരിക്കുവാൻ ഞങ്ങളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് ഇവരുടെ നല്ല മനസ്സിനെ ഞങ്ങൾ സഹായിക്കുകയും അല്ലെങ്കിൽ അവരെ ഒരു പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത് എന്നും ഈ അവസരത്തിൽ പറയുകയാണ്. പ്രധാനമായും CITU AITUC സംഘടനയാണ് ഈ ഒരു ഉദ്യമത്തിന് തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഈ CITU സംഘടനയിൽപ്പെട്ട 30ഓളം തൊഴിലാളികളാണ് ഈ പ്രവർത്തനവുമായി അല്ലെങ്കിൽ ഈ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ നമ്മളെ ഓടുന്ന എല്ലാവരും ഓരോ യൂണിയൻ്റെ ഭാഗമായിട്ട് നിന്ന് പ്രവർത്തിക്കുന്നവരാണ്. അവർ പ്രതിഷേധം അങ്ങനെയൊന്നുമില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കറിയാം ഇവിടെ ഇപ്പോൾ കലോത്സവ വേദിയിൽ ആയിരക്കണക്കിന് മത്സരാർത്ഥികളും കൂടെയുള്ള അധ്യാപകരുമാണ് വരുന്നത്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അവരിപ്പോൾ ഒരു വണ്ടി വാടകയ്ക്ക് എടുത്താണ് ഓടുന്നത്. അവർക്ക് വണ്ടിയുടെ ഫൈനാൻസ് അടയ്ക്കണം, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. മനസ്സുകൊണ്ട് അവർ ഇതിൽ തയ്യാറാണെങ്കിലും അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഇതിൻ്റെ ഭാഗമാവാൻ പറ്റാത്തത് കൊണ്ട് ഒരു രീതിയിലുള്ള ബാക്കിയുള്ള തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും എതിർപ്പുകൾ നമുക്ക് ഇതേവരെ കിട്ടിയിട്ടില്ല. അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ കലോത്സവ പ്രതിഭകളെ മാത്രമാണ് കലോത്സവ വേദിയിലേക്ക് കൊണ്ടുപോകുന്നത്. കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇത് കാണാൻ വരുന്നവരും ടീച്ചർമാരും അല്ലാതെ അധ്യാപകരും പിന്നെ അതുപോലുള്ള കുടുംബാംഗങ്ങളെ എല്ലാവരെയും അവർ തന്നെയാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ഈ മത്സരാർത്ഥികളെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മത്സരാർത്ഥികളെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. അത് എല്ലാ ഓട്ടോക്കാരും ഞങ്ങളോടൊപ്പം സഹകരിച്ചാണ് പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംരംഭവും അവർക്ക് വേണം എന്നുള്ളത് കൊണ്ട്. ജീവിത പശ്ചാത്തലങ്ങളെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ഈ ഓട്ടോ ജീവനക്കാർക്കൊപ്പം കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറാമാൻ ശ്രീകുമാറിനൊപ്പം മുസമില.